നോട്ട് നിരോധനം നടപ്പിലാക്കിയ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടം ഉണ്ടായത്. 50 ലക്ഷത്തോളം പേർക്കെങ്കിലും തൊഴിൽ പോയി എന്നാണ് അനൗദ്യോഗികമായി പുറത്തുവരുന്ന വിവിധ കണക്കുകൾ പറയുന്നത്, വിവിധ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. തൊഴിൽ പോവുക എന്ന് വെച്ചാൽ ചെറുകിട വ്യാപാര മേഖലയുമായി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക്, ആയിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് മനുഷ്യർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവർക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകർന്നുപോയ മേഖലകളുണ്ട്. നോട്ട് നിരോധനം 50 ദിവസം കൊണ്ട് ഞാൻ പരിഹരിച്ചു തരാമെന്നായിരുന്നു മോദിയുടെ വാഗ്ദത്തം. എത്ര വർഷം കഴിഞ്ഞു അതിൻ്റെ നടുക്കത്തിൽ നിന്ന്, നടുവൊടിഞ്ഞതിൽ നമ്മളൊന്ന് കരകയറി വരാൻ എന്നോർക്കണം. ഇപ്പോഴും അതിൽ നിന്ന് കരകയറി വരാത്ത, ആ വഴിക്ക് ബിസിനസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അതിനുശേഷം നമ്മുടെ തൊഴിൽ മേഖല അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കെടുതിനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഏതാണ്ട് ഒരു 60,000-ഓളം എന്താ പറയുന്നത്, ഈ സംരംഭകരെ നേരിട്ട് ബാധിക്കാൻ പോവാണ്. സംരംഭകരല്ല, കയറ്റുമതിക്കാരെ ബാധിക്കാൻ പോവാണ്. സംരംഭകർ പിന്നെയും അതിൻ്റെയും 10 മടങ്ങ് വരും. കയറ്റുമതിക്കാരായ മനുഷ്യരെ വൻതോതിൽ ബാധിക്കാൻ പോവുകയാണ്. ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ഇപ്പോൾ കെട്ടിക്കിടക്കുന്നു. അതുണ്ടാക്കാൻ നഷ്ടം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മേജർ കയറ്റുമതി മേഖലകൾ എന്ന് പറയുന്ന ഒന്ന് അമേരിക്കയാണ്. അവിടേക്ക് ഇതൊക്കെ പോകാതെ വന്നാൽ ഇതിനെന്താണ്? അപ്പം ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്താണ്? അത് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഈ കയറ്റുമതിക്കാർ നഷ്ടം അനുഭവിക്കുന്ന മനുഷ്യർ, അവരോട് സർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? തൊഴിൽ നഷ്ടപ്പെട്ട മനുഷ്യർ, എല്ലാ ദിവസവും ഇനി തൊഴിലില്ല, കാരണം ഈ സംഗതി പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? അവരോട് സർക്കാരിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇപ്പോൾ നോട്ട് നിരോധനം 50 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞ വ്യാജമായ വാഗ്ദാനങ്ങളിലൂടെ ഈ ഇൻഡസ്ട്രി മുഴുവൻ തകരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓഹരി വിപണി വീഴുകയാണ്. ഇതാ റെക്കോർഡ് മൂല്യത്തിലിടിഞ്ഞു. ഇന്നിപ്പോൾ ഈ മൊമെൻറ്റിൽ ഏത് നമ്മുടെ രൂപ. എന്താ ഗവൺമെൻറ് മറുപടി എന്താണെന്നുള്ളതാണ് മൗലികമായ ഇവിടുത്തെ ചോദ്യം. ഒരു മറുപടിയും സർക്കാരിന് പറയാനില്ല. നേരത്തെ ഇപ്പോൾ രഘുറാം രാജൻ പറയുന്നുണ്ട്, നമ്മൾ എന്തിനു വേണ്ടിയാണ്? രഘുറാം രാജൻ നമ്മുടെ മുൻ RBI ഗവർണറാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, നമ്മൾ എന്തിനാണ് ഈ തീരുവ യുദ്ധത്തിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നത്? റഷ്യയിലെ എണ്ണയ്ക്ക് വേണ്ടിയാണോ? അപ്പോൾ റഷ്യയുടെ എണ്ണ ഭയങ്കരമായ ഡിഫറൻസിൽ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ വാശി പിടിക്കുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, ശരിയാണ്, റഷ്യൻ എണ്ണ ഇപ്പോൾ വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ വേണമെങ്കിൽ വലിയ സാമ്പത്തിക ലോസൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ എടുത്താൽ പൊളിറ്റിക്കലി പരാജയപ്പെട്ടു പോകും. കാരണം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യയെ പോലും രാജ്യം വഴങ്ങി എന്ന മട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ തീരുമാനം വേഗത്തിൽ എടുക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളതിനെ മുന്നേ മനസ്സിലാക്കിയിട്ട് കൗണ്ടർ പ്ലാൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ പരാജയപ്പെട്ടു പോയില്ലേ? ഇപ്പോൾ റഷ്യൻ എണ്ണ എന്ന് പറഞ്ഞാൽ വലിയ ലാഭത്തിൽ കിട്ടുന്നുള്ള വാദമൊന്നും പറയണം. അങ്ങനെ വലിയ ലാഭത്തിലൊന്നും കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശരി, നിങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു, അത് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു. പജിൻ സാറല്ലേ, 50,000 കോടിയാണ് ലാഭം ഉണ്ടാക്കിയത്. ആരാണ്? റിലയൻസ് നയാരെ. നമ്മളവർക്ക് ഇവിടെ വരുന്നു, നമ്മുടെ എല്ലാം പെട്രോൾ വില കുറയുന്നു, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് കുറഞ്ഞില്ലെങ്കിലും സർക്കാരിന് കിട്ടുന്നു, സർക്കാർ അതുകൊണ്ട് റോഡും പാലം ഉണ്ടാക്കുന്നു എന്നൊക്കെ വിചാരിച്ച് അങ്ങനല്ല. കമ്പനികളാണ് നടത്തുന്ന കൊള്ള മുഴുവൻ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജാംനഗറിലെ വലിയ റിഫൈനറി ഉണ്ട്. അവിടെ റിലയൻസ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തി വൻ പൈസ ഉണ്ടാക്കാണ്. രഘുറാം രാജൻ ചോദിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വൻ ലാഭം ഉണ്ടല്ലോ, ആ ലാഭത്തിനൊരു പോർഷൻ എടുത്ത് ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്ന കയറ്റുമതിക്കാർക്ക് കൊടുക്കുമോ? കാരണം അതുവഴിയാണല്ലോ ഈ ദുരന്തം ഉണ്ടായത്. അപ്പോൾ വൻ ഹ്യൂജ് ലാഭം കിട്ടുകയാണ്. ആ ലാഭം നിങ്ങൾ ഇവിടെ കൊടുത്തത് മാനേജ് ചെയ്യാൻ തയ്യാറുണ്ടോ? അത്തരം ചോദ്യങ്ങളെ സർക്കാർ അഡ്രസ്സ് ചെയ്ത് എന്താണ് പരിഹാരമാർഗ്ഗം എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഗവൺമെൻറ് അതിലേക്ക് ഇൻ ചെയ്തിട്ടില്ല. അതിന് കാരണം എന്നറിയാമോ? എന്താണ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല, ചെയ്യേണ്ടതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇപ്പോൾ അമേരിക്കയോട് തോക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പ്ലാൻ എന്താണ്? നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി, നമ്മൾ ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നു, എന്തൊക്കെ തരത്തിലുള്ള വേറെ ബിസിനസ് പ്ലാനുണ്ട്? നമ്മുടെ മൊത്തം കയറ്റുമതിയെ ബാധിക്കുമ്പോൾ നേരത്തെ പോലെ നമ്മുടെ GDP ആകമാനം ബാധിക്കാൻ പോവുകയാണ്. നമ്മുടെ തൊഴിൽ നഷ്ട നിരക്കെന്ന് പറയുന്നത് 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിൽക്കുകയാണ്. അത് വലുതായിട്ട് കൂടാൻ പോകുന്നു. നമ്മുടെ പ്രോഡക്റ്റുകളുടെ എല്ലാം അന്താരാഷ്ട്ര വിപണിയിലെ സാധ്യത കുറയാൻ പോകുന്നു. ഇവിടെ ആഭ്യന്തര മാർക്കറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ഇപ്പോഴും ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ല. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ഇതുമൂലം ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളും ദുരന്തങ്ങളും ആഘാതങ്ങളും പുറത്തു വരാതിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നില്ല. അമേരിക്ക നമുക്ക് തന്നിരിക്കുന്ന ഒരു പണി, നമുക്ക് എന്തുമാത്രം വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അധികം സംസാരിക്കുന്നില്ല. മറിച്ച് മോദി കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ട്രംപ് വിളിച്ചിട്ട് മോദി ഫോൺ എടുത്തില്ല. ധീരമായ നിലപാട് നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആഫ്റ്റർ ഓൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ചും അതിന് പരിഹാരം ഉണ്ടാക്കാനും ഭരണകൂടം എന്ന് ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സർക്കാർ ഇത് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ പരാജയപ്പെടുന്ന സന്ദർഭമാണ്, തർക്കമില്ല. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലൊരു തീരുവ യുദ്ധം നടന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇങ്ങനെ ഭയങ്കര ലോസ് ഒന്നും വരാൻ പോകുന്നില്ല. അമേരിക്ക വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അമേരിക്ക നമ്മളെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു രാജ്യമല്ല. രഘുറാം രാജൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ അമിതമായ ഒരു ആശ്രയം, ചിലപ്പോൾ ഇപ്പം നമ്മൾ ചൈനയെ മാത്രം ആശ്രയിക്കുക, റഷ്യയെ മാത്രം ആശ്രയിക്കുക, അമേരിക്കയെ മാത്രം മേജർ ആശ്രയ കേന്ദ്രമാക്കി വെച്ചാൽ അവരെവിടെയെങ്കിലും നമുക്കൊരു ലോക്ക് തന്നാൽ നമ്മൾ മൊത്തത്തിൽ പാളും. അപ്പോൾ നമ്മുടെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാടിൽ, നമ്മൾ നൈരൂപീകരണത്തിൽ, നമ്മുടെ കരാറുകളിലെല്ലാം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ സമഗ്രമായ ഒരു അഴിച്ചുപണിയും പുതിയ പ്ലാനും ഒക്കെ സർക്കാരിന് മുമ്പിലേക്ക് വരേണ്ടതാണ്. അതിലേക്ക് ഗവൺമെൻറ് എത്തുമെന്നറിയാം. നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടുണ്ടായ 2 സന്ദർഭങ്ങളെ ഞാൻ മാർക്ക് ചെയ്യണം. ഒന്ന്,
എന്താണ് ഈ പറഞ്ഞ നോട്ട് നിരോധനം, ഒന്ന് തീരുവ യുദ്ധം, ഇത് രണ്ടിലും അനുഭവിച്ചതാരാണ്? മറ്റത് ട്രംപ് വിളിച്ച ഫോൺ എടുക്കാത്ത ധീരനായ പ്രധാനമന്ത്രി എന്നുള്ള തലക്കെട്ടൊക്കെ ഗംഭീരമാണ്. പക്ഷെ അനുഭവിക്കുന്ന ഏറ്റവും തട്ടിക്കിടക്കുന്ന ടെക്സ്റ്റൈൽ തൊഴിലാളിയാണ്, കയർ തൊഴിലാളിയാണ്, കശുവണ്ടി തൊഴിലാളിയാണ് അവരനുഭവിക്കുന്നത്. അതിന് സർക്കാർ മറുപടി പറയും, പരിഹാരം ഉണ്ടാക്കാൻ വേണം. ഈ റിലയൻസും നയരയ്ക്കും കിട്ടുന്ന ലാഭത്തിൻ്റെ പങ്ക് കൊടുത്തിട്ട് അവരുടെ പ്രശ്നം തീർക്കാൻ പറ്റുമോ? എങ്കിൽ അത് ചെയ്യും. അല്ലാതെ റിലയൻസ് ലാഭമുണ്ടാക്കാൻ തുടരും, അത് ഇന്ത്യയുടെ പ്രൈഡിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കശുവണ്ടി തൊഴിലാളി അനുഭവിച്ചോണം എന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം.